കുഞ്ഞാപ്പൂൻ്റെ ഒക്കെ തരികട കാണിച്ചത്. രാവിലെ മുതൽ തുടങ്ങിയതാണ് പണി. ഇതുവരെ ചായ കുടിക്കാനുള്ളതാക്കിയിട്ടില്ല. ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. 3 ഉണക്കപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുതുമോഡൽ കപ്പ് പുട്ടാട്ടോ. കപ്പിൻ്റെ അകത്ത് പുട്ട്, കപ്പ് പുട്ട്. ഇങ്ങനത്തെ പുട്ടാരെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. കപ്പ് പുട്ട് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ. ഏത്തപ്പഴവും കപ്പ് പുട്ടും. ചായ റെഡിയാക്കുന്നുണ്ട്. കുറേ നേരമായി പറഞ്ഞിട്ട് വേണ്ട. കപ്പ് പുട്ട് തട്ടാൻ പോവാണ് കേട്ടോ. കപ്പ് പുട്ട് തട്ടുന്ന കാണാം നമുക്ക്. ഇനി എന്തായാലും പൊടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയത് കൊണ്ട് വളിപ്പായ അനിശയുടെ മുഖം നമ്മൾ കണ്ടോ. ഇതാ കണ്ട കുരുത്തക്കേട് ഉണ്ടോ കുഞ്ഞാറ്റൻ്റെ? എന്താണ് അതിന്റെ മേളിൽ കയറുന്നത്? അതിൻ്റെ എല്ലാം മുകളിന്ന് വീഴുന്നോടം വരെ ഉണ്ടാവും ഈ കളി. ഇന്നൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഇന്നൊരാളെ കാണിച്ചു തരാം. ബെഡ്റൂമൊക്കെ അലങ്കോലാക്കിയിട്ടേക്കാണ്. ബെഡ്ഷീറ്റിൽ കുഞ്ഞാറ്റ മൂത്രം ഒഴിച്ച്. അയ്യോ, എന്താണ് കുഞ്ഞാറ്റെ? എന്താണ് പാരക്കുട്ടി? പാര ഒന്ന് ചിരിച്ചേ. പാരോ ചിരിക്കുന്നില്ല. കുഞ്ഞാറ്റ രാവിലെ തന്നെ കുരുത്തക്കെടുങ്ങ് നടക്കുക. സോപ്പ് അവിടെ കൊണ്ടുവെക്ക. അടുത്തയാള് വന്നിട്ടുണ്ട്. മാള് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. പാറക്കുട്ടി വർത്താനം പറയുന്നുണ്ട്. എന്താണ് മാള്? ബുബു എന്ന് പറയുന്നുണ്ട് പാറക്കുട്ടി. രണ്ടുപേരും വർത്താനത്തിലായി. തുള്ളി കളിക്കാതെ. അത് തീരില്ല. എന്താ എന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താ? അവളുടെ പുട്ട് പൊടിഞ്ഞു പോയതിന് എന്നെ വന്ന് തെറി പറയുന്നേണ്ട. അവളുടെ പുട്ട് പൊടിച്ചത് ഞാനാന്നാ പറയുന്നത്. പുട്ട് പൊടിച്ചത് ഞാനാണ്. അവളുടെ പുട്ട് പൊടിഞ്ഞതിന് ഞാനാ കുറ്റക്കാരൻ. നമ്മള് കണ്ണ് വെച്ചിട്ടാ പുട്ട് പൊടിഞ്ഞു പോയെന്നാ പറയുന്നത്.